ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുക നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത്. ഇതിൻ്റെ കൂടെ ഞാനൊരു വിശേഷം ഞാൻ പറയുന്നില്ല. ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമ്മളെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ കഴിഞ്ഞ ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ കേട്ടോ. പിന്നെ വീഡിയോ ഇടാനൊന്നും ആയില്ല, പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്നും തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നേരത്തെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ എന്തായാലും വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ എന്തായാലും ഞാനിത് കഴിഞ്ഞ ദിവസം ചന്തയിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആട്ടോ ഈ ഒരു വീഡിയോ. ഞാൻ ശരിക്കും ഞാൻ ചന്തയിൽ പോകുന്ന സമയത്ത് നോക്കാറുണ്ട്. അപ്പൊ എപ്പോഴും കോഴിക്കുഞ്ഞുണ്ട്, ഇതുവരെ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കളർ കോഴിക്കുഞ്ഞുങ്ങളെ കാണും, നമ്മൾ വണ്ടിയിലൊക്കെ കൊണ്ടുവരല്ലോ. അപ്പൊ അങ്ങനത്തെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആദ്യമൊക്കെ വാങ്ങി വളർത്തിയതിന് ശേഷമാണ് എനിക്ക് കോഴിനെ വളർത്താനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായത് കേട്ടോ. നമ്മളെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ളത്. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ എന്തായാലും നിങ്ങൾ കോഴി വളർത്തുന്നവരോ അല്ലെങ്കിൽ കോഴി വളർത്താൻ തുടങ്ങിയവരൊക്കെ വിചാരിക്കും അതിറ്റാ കുറച്ച് 10 അല്ലെങ്കിൽ വില കുറവ് കാണുമ്പോൾ വിചാരിക്കും ഒരു 10-20 ഒക്കെ വാങ്ങി വളർത്താമെന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ പോയപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലിന്റെ മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. ബാക്കി ഞങ്ങൾ ഇരുട്ടായിട്ട് അവിടെ എത്തുമ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും ഫ്ലാഷ് ഒക്കെ ഓൺ ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും ഈ കോഴി വളർത്തുന്നവർ എന്തായാലും ഇതേപോലെയൊക്കെ വിലക്കുറവൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വാങ്ങി വളർത്താനൊക്കെ വിചാരിക്കും. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഒരു വലിയ കോഴികളൊക്കെ പെരസ്റ്റോക്കൊക്കെ ആക്കി നമ്മൾ വളർത്തുകയാണെങ്കിൽ പെരസ്റ്റോക്കിന് തന്നെ നമ്മളിപ്പോ ഒരു 10 നമ്മുടെ നാട്ടിലൊക്കെ 600-650 രൂപ എന്തായാലും കൊടുക്കണം കേട്ടോ. നല്ല മുട്ടയിടുന്ന കോഴിനൊക്കെ വാങ്ങുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണെങ്കിലും ഇതേപോലെ കോഴിക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വിചാരിക്കാൻ പറ്റുക ഒരു 10 പോയി വാങ്ങിയിട്ട് വളർത്തുന്നതായിരിക്കും നന്നാകാന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിനെ ഒരു കുറഞ്ഞ വിലയൊക്കെ തോന്നുമ്പോൾ വാങ്ങും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇതേപോലെ നമ്മളെ നാടൻ കോഴികളൊക്കെ നോക്കി വാങ്ങാം. ഇതേപോലെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ ഇതിന്റെ മുമ്പ് വാങ്ങിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിതാ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വാങ്ങുമ്പോൾ ഈ ഒരു കളറായിട്ടുണ്ടായിരുന്നു. കുറച്ച് വൈറ്റും കുറച്ച് ബ്ലാക്കും വൈറ്റും ഒക്കെ ആയി മിക്സ് ആയിട്ടുള്ള കളറായിരുന്നു കേട്ടോ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക്. എല്ലാ കോഴിക്കുഞ്ഞുങ്ങളൊന്നും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നത് 42 അങ്ങനെ എന്തോന്നാണുള്ളത് കേട്ടോ. കറക്റ്റ് എനിക്ക് 47-42 കോഴിക്കുഞ്ഞുങ്ങളാട്ടോ മൊത്തത്തിലുള്ളത്. അപ്പൊ എനിക്കിത് കുറഞ്ഞൊരു റേറ്റിന് കിട്ടിയപ്പം മൊത്തയ്ക്ക് ഇതൊന്നും 600 രൂപയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടിയപ്പം ഞാൻ മൊത്തത്തിൽ എടുത്തതാട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പകുതിയും അങ്ങനെ എനിക്ക് ഇതേപോലെ ഒരാള് പുറത്തുനിന്ന് വാങ്ങിയിട്ട് എനിക്ക് തന്നതായിരുന്നു കേട്ടോ ഈ ഒരു കോയിന്. അപ്പൊ നമ്മൾ ഒരുപാട് കിട്ടില്ല. അപ്പൊ നമ്മൾ കോയിനെ വളർത്തി കുറച്ചൊരു പരിചയമൊക്കെ ഉണ്ടായപ്പം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആയാലും വാങ്ങിയാലും നമുക്ക് വളർത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അത് എനിക്ക് വന്നു കേട്ടോ. അതുകൊണ്ട് മാത്രമാട്ടോ ഞാൻ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ ഒരുപാട് കിട്ടിയപ്പോൾ വാങ്ങിയത്. എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാട്ടോ വാങ്ങിച്ചതും. പിന്നെ ഞാൻ ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരി നമ്മൾ മുറ്റത്ത് ഇറക്കി വിട്ടതാട്ടോ. അപ്പൊ നല്ല ആക്റ്റീവ് വെച്ചാൽ നല്ല എന്താ പറയുക നല്ല ഉഷാറാട്ടോ നമ്മളെ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങൾക്ക്. തൂങ്ങി നിൽക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും നല്ല ഉഷാറാട്ടോ. നമ്മൾ കുട്ടികളുള്ള സമയത്താട്ടോ വീട്ടിൽ ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് അയച്ചിരുന്നെന്ന് വെച്ചാൽ അവരുണ്ടെങ്കിൽ എനിക്ക് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചിടാനൊക്കെ ഉള്ളൊരു ഇതുണ്ട്. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ഇതേപോലെ പുറത്തേക്ക് അയച്ചു വിട്ടാൽ നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതാക്കുന്ന ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങൾ 40-42 എന്തായാലും ഉണ്ടാവും. അത്രയും കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവരെ വളർത്താൻ പാടില്ല എന്ന് പറയാൻ കാരണം ഇത് ലഗോൺ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ. ലഗോൺ കോഴിക്കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തുന്നത്. ഇത് നാടൻ കോഴിയിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. പക്ഷെ ഞാൻ ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തുന്ന ആദ്യമായിട്ടാട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു അബദ്ധം പറ്റരുതെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും ഇതേപോലെ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളൊന്നും കാണുമ്പോൾ കൊണ്ട് വളർത്താനൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ 2 ആഴ്ച പ്രായമുള്ള അല്ലെങ്കിൽ 1 ആഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്താട്ടോ. ഇതാക്കുന്ന ഒന്നും പോലും നമ്മളെ കയ്യിൽ നിന്ന് ചത്തുപോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഇതാക്കുന്ന അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം വലിപ്പം വെച്ചിട്ടുണ്ട് എന്നുള്ളത്.
ഇപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ആക്കുന്ന ഈ ഒരു പരുവാട്ടുള്ളത് നമ്മളെ കയ്യിൽ നിന്ന് വന്നിട്ട് ഒന്നുപോലും ചത്തു പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരെ നമ്മൾ ഒരു വലന്റെ ഒരു കുറച്ച് ഒരു ഏകദേശം ഒരു സ്ഥലം കണക്കാക്കിയിട്ട് നമ്മൾ വലയൊക്കെ മറച്ച് വെച്ചിട്ട് അതിന്റെ ഉള്ളിലിട്ടായിരുന്നു കേട്ടോ ഈ കാക്കയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ പിന്നെ ഇവര് ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവര് തമ്മമ്മിൽ ഇതേപോലെ മുറിവേൽപ്പിക്കാൻ തുടങ്ങി. ഇത് കണ്ടില്ലേ, മുറിവേൽപ്പിക്കുക എന്നാൽ നമ്മൾ രാവിലെ ഞാനിവിടെ ഏകദേശം നമ്മളെ കോഴികളൊക്കെ തുറക്കുന്ന ഒരു 9-9:30 ആവും എന്തായാലും തുറക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടാക്കി സ്കൂളൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാ തുറക്കല്. ഇവരങ്ങനെയല്ല, നമ്മളൊരു 7 മണിയാകുമ്പോൾ നമ്മൾ ഇവരെ വല തുറക്കും. വല തുറന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഇവരെ ശരീരം മൊത്തം ഒരു കോഴിക്ക് ഇപ്പൊ അഥവാ ഒരു മുറി ഒരു ഒരു കോഴി കൊത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കോഴികളും ആ കോഴിനെ വന്നും കണ്ട് ഇങ്ങനെ കൊത്തി 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 അത് അങ്ങനെ ഇങ്ങനെ നിന്ന് കൊടുക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാട്ടോ ഇവിടെ അങ്ങനെ ഒരുപാട് കോഴികൾ അങ്ങനെയാട്ടോ ചത്തുപോയി. എന്നാലും ഈ ഒരു കോഴികൾ ഒരുപാടൊന്നും ചത്തുപോയില്ല. ഇതേപോലെ മുറിവാകും, ഞാൻ ഓൾമെന്റ് തേക്കും, മാറും, പിന്നെ അവർ വന്ന് കൊത്തും. ഇങ്ങനെ തന്നെയാട്ടോ ഈ അവസ്ഥ. നമ്മൾ ഈ ഒരു കോഴിക്കുഞ്ഞ് ചത്തു പോവാണെങ്കിൽ അത്ര വിഷമല്ല, ഇത് ചത്തും പോകുന്നില്ല. ഇതേപോലെ തന്നെ എന്നും ഈ കണ്ട് 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 എനിക്ക് എന്താ പറയാ, ദിവസം ഡെയിലി നമ്മൾ ഇങ്ങനെ ഈ ഒരു പരുവം ഈ ചിറകിന്റെ ഈ ഒരു ഇറച്ചി മൊത്തം ഉണ്ടാവില്ല കേട്ടോ. അവിടെ കൊത്തി കൊത്തി ആകെ എനിക്ക് ടെൻഷനായി. വാങ്ങിയല്ലോ എന്നുള്ള ഒരു അവസ്ഥ വരെ എനിക്ക് വന്നു കേട്ടോ. നമുക്ക് ഇവരെ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാനും പറ്റില്ല. അധികം കുറച്ച് വലുപ്പമായിട്ടുണ്ടെങ്കിൽ കൊടുക്കായിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് ഇതിന്റെ വീഡിയോ ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഫുഡ് കൊടുക്കാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കൂട്ടിലിട്ട് വളർത്തിയിട്ടാണ്, കുറച്ച് സ്ഥലത്തിൽ വളർത്താനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്നല്ല, ഇവർക്ക് ഡെയിലി നമ്മൾ ഫുഡ് കൊടുത്ത് 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 മത്തിയായിട്ടോ ആ ഒരു പരിവായിട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ കണ്ടാൽ തന്നെ ഏകദേശം ഫുള്ളും ഉണ്ട് കേട്ടോ. ഇവർക്ക് ഞാൻ സഹി കെട്ടിട്ട് നമ്മൾ ഇലകളും അതേപോലെ എപ്പോഴും നമ്മൾ തീറ്റേന്റെ വിലയൊക്കെ അറിയാലോ, എപ്പോഴും തീറ്റ വാങ്ങിക്കൊടുക്കുക. ഇത് തന്നെയാട്ടോ അവസ്ഥ. എന്നാലിട്ട് അവര് പെട്ടെന്ന് ഇങ്ങോട്ട് വളരുന്നതുമില്ല. അങ്ങനെ ഒരു ഇത്. അപ്പൊ ഈ ഡെയിലി ഞാൻ ഈ ഒരു അവസ്ഥയായിട്ട് കാണുന്നത്, ഈ ഒരു മുറിയായിട്ട് ഈ ഓൽമേറ്റ് തേച്ച് കൊടുക്കുക, മുറി ഇതാകുക. അപ്പൊ ഇങ്ങനത്തെ ഒരു കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിയാൽ നമ്മളുടെ ആ ഒരു ദിവസം ഉണ്ടല്ലോ, ദിവസം പോയിപ്പോ. അതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വാങ്ങി വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ വിലക്കുറവ് കണ്ടിട്ട് ആരും പോയി വാങ്ങരുത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് അയച്ചു വിടാൻ തുടങ്ങി. പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചിക്കി പനിക്ക് തിന്നുമ്പോൾ അവര് കൊത്തൂല എന്നൊക്കെ വിചാരിച്ച് പിന്നെ പിന്നെ എന്നാലും ഈ ഒരു അവസ്ഥ തന്നെയാട്ടോ. നമ്മൾ കൂട്ടിലേക്കായിട്ട് ഇടുമ്പോൾ നമ്മളിപ്പോ ഒരു മോന്തിയായി സന്ധ്യ ആയി കഴിഞ്ഞാൽ കൂട്ടിലേക്ക് അവരെ കയറ്റി കഴിഞ്ഞാൽ രാവിലെ ഒരു വെട്ടം വെക്കുന്ന ആ ഒരു സമയമായി കഴിഞ്ഞാൽ അവര് പിന്നെ ഈ ഒരു എന്താ പറയാ ഈ ഒരു കൊത്തി ഇങ്ങനെ തന്നെയാട്ടോ കാണിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് എന്താ പറയാ മണ്ണൊക്കെ ഇളക്കി മണ്ണിരനൊക്കെ ഇങ്ങനെ കൊടുത്തു നോക്കി. അവർക്ക് എന്തെങ്കിലും കോഴികളെ സ്വഭാവം അറിയാലോ, എപ്പോഴും കഴിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവര് ഒരു വ്യത്യസ്ത കേട്ടോ. ലഗോൺ കോഴിക്കുഞ്ഞുങ്ങളുടെ ഡീറ്റെയിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ ഞാൻ ഈ ഒരു കോഴിക്കുഞ്ഞിനെ ഇപ്പൊ കണ്ടാല് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പേടിയോ അറപ്പോ എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. നമുക്ക് ആ ഒരു ഇത് എന്നും ഡെയിലി ആ ഒരു കണ്ടിട്ടായിരിക്കും അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. നമുക്ക് എന്ത് ഫുഡും നമ്മൾ കൊടുക്കുക. ഇവർക്ക് കഴിക്കാൻ കൊടുത്ത് കൊടുത്ത് നമ്മളൊരു പരുവായിന്ന് വേണം കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാട്ടോ ഇന്ന് ഞാനിതാ ഈ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ ഇവർക്ക് ഇറച്ചി കൂട്ടിലിട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്, ഉപ്പുവെള്ളം കലക്കി കൊടുക്കാന്, ഇറച്ചി തൂക്കിയിട്ട് കൊടുക്കാന്, പിന്നെ അതേപോലെ കൂട്ടുന്ന പുറത്തേക്ക് അയച്ചു വിടാന്, അങ്ങനെ ഒരുപാട് വിമറാള് അതേപോലെ വിറ്റാമിൻസ് സപ്ലിമെന്റ് ഒക്കെ കൊടുക്കാൻ ഞാനിവിടെ കോഴികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കമന്റ് വന്ന് അതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു കോഴികൾ വ്യത്യസ്തമായിട്ടോ. അപ്പൊ ഇതേപോലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനത്തെ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത്. പിന്നെ ഞാൻ കുറെ കഴിഞ്ഞപ്പം ഈ ഒരു ഇതിന്റെ കൊക്കിന്റെ ഒരു ചെറിയ തെമ്പുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, മൂർച്ചയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ നമ്മളെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. നമ്മള് ഞാനും ആശാനും കൂടി കുറെ നമ്മുടെ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെ ഇതേപോലെ കട്ടർ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടോ. കട്ട് ചെയ്താലെങ്കിലും കുറച്ച് കുറയായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളെ പിടിച്ച് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്തിട്ടൊന്നും ഒരു മാറ്റവും നമ്മൾ കാണില്ല. പിറ്റേന്നും അവര് കൊത്തി ചോര അങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഉറപ്പായിട്ടും നിങ്ങളുടെ കോഴി വളർത്തുന്നതിന് നിങ്ങളെ കൂട്ടുകാരൊക്കെ ആരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ ഒരു അനുഭവമായിട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയത്. പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. ഇന്ന്
ഞാൻ നമ്മുടെ വിശേഷങ്ങളൊന്നും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. ഞാൻ കുറേ ദിവസമായി നമ്മുടെ വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ഒന്നും മറന്നു പോയത്. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.